കാലം പാടാൻ. ഹലോ, നമസ്കാരം. ദേ, നിങ്ങളിപ്പോ വിചാരിക്കും ജീവേഷ് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഞാനൊരു വരമ്പത്താണ് കേട്ടോ. ഈ നല്ല നെല്ലൊക്കെ ഇങ്ങനെ കിളിച്ച് വന്നോണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്? പാലായി പൈകയ്ക്ക് അടുത്ത് വിളക്കുമാട എന്ന നാട്ടിലാണ് കേട്ടോ ഞാൻ. അല്ല, ഈ പാടവരമ്പത്ത് എന്തുവാ ഈ ഹെറിറ്റേജ് വൈറ്റ്സിന് ഉണ്ടെന്നേ? ഈ വിളക്കുമാടത്തിന്റെ വിളക്കായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടോ ഇവിടെ. നിങ്ങൾ എല്ലാവരും ഈ നെല്ലറകൾ കേട്ടിട്ടുണ്ടോ? അല്ലെ അറപ്പുരകൾ അല്ലെ? അതൊക്കെ പൊതുവെ നമ്മുടെ വീടിനോടൊക്കെ ചേർന്നായിരിക്കും പൊതുവെ, അല്ലാതെയും കാണും. പക്ഷേ ഇവിടെ ഒരു മേട നെല്ലറയുണ്ട്. ദേ അങ്ങോട്ട് നോക്കിക്കേ, അതാണ് മേട നെല്ലറ. കണ്ടാൽ ഒരു വലിയ വീടാണ് കേട്ടോ. പക്ഷെ ഇത് നെല്ലും ധാന്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു കെട്ടിടമാണ്. നമ്മുടെ കള്ളിവയലിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. പക്ഷെ ഇത് ഈ നാടിന്റെ സ്വന്തമാണ് കേട്ടോ. അപ്പം ഈ വിളക്കുമാടത്തിന് വിളക്കായ മേട നെല്ലറയെ ഈ മേട നെല്ലറയുടെ പരിപാലകനായ സജീവേട്ടാ, ഇതാണ് നമ്മുടെ സജീവേട്ടനാണ് നമ്മുടെ ഈ നാടിന്റെ ഈ വയലിന്റെയും ഈ മേട നെല്ലറയുടെ ഒക്കെ പരിപാലകൻ. സജീവേട്ടാ നമസ്കാരം. 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 നല്ല തിരക്കല്ലേ? ഞാൻ ഇച്ചിരി ഞാറ് പറിച്ച് കുത്തുകയായിരുന്നു. സജീവേട്ടാ, ഞങ്ങളെ ഹെറിറ്റേജ് വെച്ചത് ഈ വിളക്കുമാടത്തിന്റെ വിളക്കിനെ തപ്പി വന്നതാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അറിഞ്ഞു സജീവേട്ടനാണ് ഈ മേട നെല്ലറയുടെ വിളക്കെന്ന്. തീർച്ചയായിട്ടും 15 വർഷമായിട്ട് ഞാനാണ്. ഈ കള്ളിവേലിൽ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. കള്ളിവേലിൽ ടോമി ജോർജ് എന്ന ആളുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ. ടോമി സാറിനാണ് ഉടമസ്ഥത അല്ലെ? അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിരുന്നു. മുത്തച്ഛനായിരുന്നു. 1750കളിലാണ് അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നത്. അപ്പൊ അതിന്റെ മേടയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിപ്പോ ഒരു കൃഷിസ്ഥലമാണ്. ഒരു 10-25 ഏക്കറോളം സ്ഥലം, ഒരൊറ്റ പാടമാണ്. ഈ പാടത്ത് നെല്ലുണ്ട്, കപ്പയുണ്ട്, വാഴയുണ്ട്, കരിമ്പുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാം കൈതയും ഒക്കെ കൃഷി ചെയ്യുന്ന വളരെ മനോഹരമായ സ്ഥലമാണ്. പണ്ട് ഈ പാടത്തിന് സെൻട്രലിലൂടെ ആയിരുന്നു നമ്മുടെ ഈ തോട്. അതായത് നമുക്കൊരു കൃഷിസ്ഥലം ഏറ്റവും ആവശ്യം വെള്ളമാണ്. ആ കൃഷിസ്ഥലത്തിന് തൊട്ട് ചേർന്ന് ഒഴുകിക്കൊണ്ടുവന്ന പൊന്നൊഴുകുന്നോണ്ടായിരുന്നു. പൊന്നൊഴുകുന്നോടെന്നാണ് ഈ തോടിന്റെ പേര്. ഇത് ഈ പുറകെ കാണുന്നതാണോ? ഇപ്പൊ ഇതാണ് തോട്. പക്ഷെ ഇതിലേ ആയിരുന്നില്ല നേരത്തെ ഒഴുകിയിരുന്നത്. 1750കളിൽ ഇവര് വരുന്ന സമയത്ത് ഈ പാടത്തിന് നടുക്കൂടി ആയിരുന്നു ഈ തോട് ഒഴുകിയിരുന്നത്. തോടുണ്ട്, അത് കയ്യാണിയാണ്. അത് നമ്മൾ വെള്ളം കയറ്റാണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ പണ്ട് നാച്ചുറലായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് ഇതിന് സെൻട്രൽ കൂടിയായിരുന്നു. ഇപ്പൊ അത് ആ 1750കളിൽ ആ ചാക്കോ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഈ കൃഷിസ്ഥലം ഒരുക്കുന്നതിനായിട്ട് തോട് വെട്ടിമാറ്റി. അതായത് ഇപ്പൊ കാണുന്ന തോട് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയ തോടാണ്. 2 കിലോമീറ്റർ ദൂരം അവര് ആൾക്കാരെ നിർത്തി പണിത് ഗതി മാറ്റിയ തോടാണ്. അന്ന് ഇത് ചെയ്ത സമയത്ത് അവിടെ വെട്ടുകല്ലാണ് തോടിന് ഉള്ളിലുണ്ടായിരുന്നത്. ആ വെട്ടുകല്ല് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ് സത്യത്തിൽ ഈ മേട. ഇത് മുഴുവൻ വെട്ടുകല്ല് നിർമ്മിച്ചത്. അതായത് ഈ ഭിത്തി, ഇതിന്റെ തൂണ് എല്ലാം കംപ്ലീറ്റ് സാധനം വെട്ടുകല്ല. ഈ വെട്ടുകല്ലിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. വെട്ടുകല്ലും തടിയും മാത്രമേ ഉള്ളൂ. അതായത് റൂഫ്, പ്ലാറ്റ്ഫോം മുഴുവൻ തടി, ഭിത്തി, തറ മുഴുവൻ വെട്ടുകല്ല്. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ശരിക്കും 3 നിലയാണല്ലേ? ശരിക്കും ഉണ്ട്. നിലവില് 3 നമുക്ക് പറയാൻ പറ്റില്ല. അടിയിലൊരു ഭൂഗർഭ അറയും കൂടെ ഉണ്ട്. അങ്ങനെ കൂട്ടിയാൽ പിന്നെ എണ്ണം കൂടും. എങ്കിലും 3 നിലയിൽ നമുക്ക് 3 നിലയിലും കയറാവുന്ന സംവിധാനത്തിലാണ് ഇപ്പൊ ഇതിന് നിർമ്മിച്ചിരിക്കുന്നത്. അത് 1750 കാലഘട്ടത്തിലൊക്കെ 3 നില ബിൽഡിംഗ് നിന്ന് ചിന്തിച്ചു നോക്കി എത്ര പ്ലാൻഡ് ആയിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അതായത് അന്ന് സിമെന്റോ അല്ലെങ്കിൽ കമ്പിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും നമുക്കത് അകത്ത് കയറി കാണിക്കാൻ ഞാൻ വളരെ മനോഹരമാണ്. ശരിക്കും ഇതിന്റെ നിർമ്മാണം എന്ന് ഉദ്ദേശിക്കുന്നത് പണി സാധനങ്ങൾ കൊണ്ടുവയ്ക്കാന്, വളം വയ്ക്കാന്, വിത്ത് ശേഖരിച്ച് വെക്കാന്, അതുപോലെ നെല്ല് കൃഷി ചെയ്ത് കിട്ടുന്ന നെല്ല് സൂക്ഷിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് അന്ന് നിർമ്മിച്ചത്. ചോദിക്കാതെ നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കെട്ടിടം എനിക്ക് തോന്നുന്നില്ല മറ്റെങ്ങും ഉണ്ടാകുമോ എന്നുള്ളത്. ഞാൻ അറിയത്തില്ല, പ്രേക്ഷകർ ഇനിയും പറയണം കേട്ടോ, നിങ്ങൾ കമന്റ് ചെയ്യണം. ശരിക്കും നെല്ലറകൾ കിട്ടിയിട്ടുണ്ട്, കളപ്പുരകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു മേടയും നെല്ലറയും കൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതിയിൽ അന്നത്തെ കാലത്ത് ഏകദേശം 250-300 അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ, 250 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ശരിക്കും ഈ നെല്ല് മാത്രം സൂക്ഷിക്കാനുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു നെല്ല് സൂക്ഷിക്കാനായിട്ടാണ് ഉണ്ടാക്കിയത്. എങ്കിലും അന്ന് നമുക്കറിയാം നാട്ടിൽ പണിക്കാരില്ല. അന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ടാണ്, അതായത് പണ്ട് ഈ 750-800 കാലങ്ങളിലൊക്കെ പണിക്കാർ അവിടെ നിന്നൊക്കെ വന്ന് പണിത്
നിന്ന് കിടന്ന് വേണം പണിയാൻ. അപ്പം യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടില്ല, നടന്നൊക്കെ വേണ്ട വരാൻ. അപ്പം അങ്ങനത്തെ കാലത്ത് താമസിക്കാനും ഉപയോഗിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും 1802 അന്ന് ബ്രിട്ടീഷുകാർ രാജ്യം ഒട്ടാകെ ഒരു ലാൻഡ് സർവേ നടത്തിയിരുന്നു. ആ സർവേയിൽ 2 താലൂക്ക്, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന മീനച്ചിൽ താലൂക്കാണ്. മീനച്ചിലാണ് ഇതിന്റെ അതിര്, ആ കണ്ടത്തിന്റെ ആ നെല്ല് നിൽക്കുന്ന അതിര് കാഞ്ഞിരപ്പള്ളി താലൂക്കാണ്. ഈ തന്റെ താലൂക്കിന്റെ അതിരായിട്ട് ലാൻഡ് മാർക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മേടയാണ്. 1802 അത് ഇപ്പം നമുക്കത് റെക്കോർഡായിട്ടുണ്ട്. ലാൻഡ് മാർക്കിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള 1802 നടന്ന ലാൻഡ് മാർക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഈ മേട. നമ്മളിത് പക്ഷെ നോക്കുമ്പോൾ ഒരു പഴമയൊക്കെ തോന്നുമെങ്കിൽ നല്ല ബലവത്തായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ. അതായത് എന്തെങ്കിലും ഒരു പോരായ്മ, ഇത് കസ്റ്റോഡിയൻ ഞാനായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോരായ്മകൾ കണ്ടാൽ അന്നേരം ഞാനത് പറയാറുണ്ട്. എവിടെയെങ്കിലും ഇച്ചിരി ബലക്കുറവ് കാണുമോ അല്ലെങ്കിൽ ഇച്ചിരി അനക്കം വരുമൊക്കെ ചെയ്താൽ നമ്മളത് കാണിക്കുകയും പുള്ളി അത് കൃത്യമായിട്ട് സ്ഥിരമായിട്ടൊരു ഇത് നോക്കുന്ന ഒരു ആശാരിയുണ്ട്, പുള്ളി അത് വന്ന് കൃത്യമായിട്ട് ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് പോലും ഇതിന് മുഴുവൻ നമ്മൾ ഈ റൗണ്ട് കമ്പി വെച്ചിട്ട് നട്ട് ബോൾട്ടിട്ട് മുഴുവൻ ബലപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. തന്നെയല്ല, ഇത് നമ്മൾ പലരും പറഞ്ഞു ഇത് പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചാൽ ഭംഗിയല്ലെന്ന് ചോദിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു പഴമയ്ക്കാണ് ലുക്ക് എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത്. അതുകൊണ്ട് അന്ന് നിർമ്മിച്ചതിൽ പിന്നെ ഒന്നും മാറ്റം ആകെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പം ഇരിക്കുന്ന ഈ സിമെന്റ് തറ മാത്രം രണ്ടാമത് സിമെന്റ് ഉണ്ടായിട്ട് 60 വർഷമായിട്ടുള്ളൂ. ഇതിന് 300 അടുത്ത വർഷം പഴക്കമുണ്ട്. ഈ 60 വർഷം മുമ്പ് സിമെന്റ് ഉള്ള സമയത്ത് ഇതൊന്ന് ബലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സിമെന്റ് പണി ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ തടിയൊക്കെ എന്ത് ഇതാണ്, തടി എന്താണെന്നറിയില്ല എങ്കിലും ഈ നമുക്കറിയാം ഇതിന് മുകളിൽ കയറുമ്പോൾ വലിയ കഷ്ണങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ ചെറിയ വിരലിന് പൊക്കാം, വലിയ പീസൊക്കെ. അത്ര വെയിറ്റ് ഇല്ല, ഇപ്പം വെയിറ്റേ ഇല്ല തടിക്ക്. ചെറിയ ഭയങ്കര തടിയാന്ന് നമുക്ക് തോന്നുമെങ്കിൽ അതൊക്കെ ചുമ്മാ ഒരു കൈക്ക് പോലും പൊക്കാവുന്ന വെയിറ്റ് കുറഞ്ഞ. ഇപ്പൊ അത് ഇരുന്ന് അതിന്റെ പ്രോസസ്സിങ് കൊണ്ട് ആയതാവാം ഒരു പക്ഷേ ബലത്തിന് ഒരു കുറവുമില്ല. അതിന് മേളിൽ കയറി എന്താണെന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ സജീവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഓട് തന്നെ നോക്കി, ഓടിലെ ഈ മാർക്ക് തന്നെ നോക്കിയ പഴയ കാലത്ത്. അതെ 1800 ഞാനത് കാണിക്കുക. 1850 ബാംഗ്ലൂർ മേഡ് ഓടാണ് ഇപ്പൊ ഇതിലിട്ടിരിക്കുന്നത്. പക്ഷെ ഈ 1700-കളിൽ ഇത് പണിത സമയത്ത് ശരിക്കും ഓലപ്പുരയായിരുന്നു. അതിനുശേഷം 1800 ഓടുണ്ടായ സമയത്ത് അന്ന് പിന്നെ സ്ട്രക്ചർ പുതുക്കി ഓടിട്ടെടുത്തതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ഭംഗി, ഇതിന്റെ ഒരു ശില്പ ഭംഗി എങ്ങനെയാണ്? ഇത് ദീർഘചതുര, നമുക്കറിയാം ഇതൊരു 12 തൂണിലാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത്, ചുറ്റോട് ചുറ്റും. അത് മുഴുവൻ വെട്ടുകല്ലിൽ ഒറ്റക്കൽ തൂണാണ്. ഒറ്റക്കല്ലിൽ വെട്ടിയിട്ടുള്ള 12 തൂണിലാണ് ഈ ഏതാണ്ട് ഒരു ചതുരാകൃതിയിൽ 2 മുറികൾ, 2 മുറികൾ അടിയിൽ, 2 മുറികൾ മുകളിൽ, 4 മുറികളാണ് ഈ ബിൽഡിങ്ങിന് നമുക്ക് ഉള്ളത്. അതിനകത്ത് പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മുറി, വിത്തൊക്കെ സൂക്ഷിക്കുന്ന ഒരു മുറി, വളമൊക്കെ സൂക്ഷിക്കുന്നത് ഇതിൻ്റെ അടിയിലായിരുന്നു. അതായത് ഇതിൻ്റെ ഭൂഗർഭ അറ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടി വെച്ചാൽ വേറെ ശല്യമൊന്നുമില്ല. അതിനകത്ത് വെച്ചാൽ വേറെ ഇനി അത് വളമാകുമ്പോൾ കുറച്ച് വെള്ളം ഇറ്റ് വീഴാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് മണ്ണ് തന്നെയാണ്, അതുകൊണ്ട് അവിടെ സൂക്ഷിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ അത് കുറേ ഈ കാലക്രമേണ മണ്ണ് വീണ് ഏതാണ്ട് അടഞ്ഞ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. വളം ഇപ്പം നേരെ കൊണ്ടിരുന്നത് നമ്മൾ കണ്ടത്തിലേക്ക് ഇടുന്നു, സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വെക്കാറ്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ധാന്യങ്ങള്, ഈ പറഞ്ഞ വളങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നിർമ്മിക്കപ്പെട്ടവയാണുള്ളത്. ഇപ്പം ജനങ്ങൾ, നമുക്ക് കൃഷിക്കാർക്ക്, ജോലിക്കാർക്ക് താമസിക്കാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. പക്ഷെ എന്നാൽ പോലും അപ്പം ഇതൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അപ്പം അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ക്രമീകരണമായിരിക്കുമല്ലോ ചെയ്തിരിക്കുക. എങ്ങനെയാണ് വിത്ത് മുളകൊക്കെ സൂക്ഷിക്കാനായിട്ട് എയർ സർക്കുലേഷൻ ആവശ്യമില്ല. എയർ സർക്കുലേഷൻ ഇല്ല. എനിക്ക് നിർമ്മിതിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല. ആകെയുള്ള 2 ജനൽ മാത്രം. വെളിയിൽ അടിയെടുത്ത നിലയുണ്ട്, മേലിൽ 4 ജനലുണ്ട്. ഈ സാധനം മാത്രം വെന്റിലേഷൻ പർപ്പസായി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അടിയെടുത്ത 2 മുറിക്കും പുറത്തേക്ക് എയർ പോകാനായിട്ട് ആകെ 2 ചെറിയ ജനൽ മാത്രം, തുറന്നെങ്കിൽ മാത്രം, അടച്ചിട്ട് അതുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ വീട് ആ തൊട്ടപ്പുറത്താണ്, അതാണല്ലേ കള്ളിവേൽ? അവരുടെ തറവാട്. ഇപ്പൊ ഒരു നോട്ടത്തിൽ കാണാം. എന്നാൽ പോലും അന്നത്തെ കാലത്ത് ഈ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയില്ലേ? കള്ളന്മാരുടെ ശല്യം ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും ഇതിന്റെ ആദ്യം ഇതിന് മേളിലേക്ക് കയറാനുള്ള വഴി പുറത്തായിരുന്നു. ഈ ബിൽഡിങ്ങിന്റെ പുറത്ത്, അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് ശരിക്കും ഒരു വഴിയായിരുന്നു. അതായത് ഇത് പൊക്കി അങ്ങ് കയറിയാൽ മതി. ഇതൊരു ഹിഞ്ചസ് വെച്ചിരിക്കുന്ന ഒരു അടപ്പായിരുന്നു. ഇതിങ്ങനെ സ്റ്റെയർ അങ്ങോട്ട് കയറി അത് പൊക്കി അകത്തോട്ട് കയറായിരുന്നു. പക്ഷേ ഒരു 40-50 വർഷം മുന്നേ അവർ ഈ ആൾക്കാരുടെ ശല്യം കാരണം മാത്രം, അതായത് മേളിൽ കയറി വൃത്തികേടാക്കുന്നത് കൊണ്ട് അതങ്ങ് അടച്ചു കളഞ്ഞു.
ഇപ്പം നമുക്ക് താക്കോൽ കൊണ്ട് തുറന്ന് മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. പക്ഷെ ഇതുപോലൊക്കെയുള്ള കെട്ടിട നിർമ്മിതികൾ ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ഈ ഞാൻ മുമ്പേ പ്രേക്ഷകരോട് പറഞ്ഞ പോലെ താഴെ ഒരു അറയുണ്ട് അല്ലേ, വളരെ ഇതിലൊരു നില, ഇതിന്റെ മുകളിൽ ഒരു നില, തട്ടുണ്ട്. അതെന്തിനായിരിക്കാം? അത് ശരിക്കും അത് റൂമായിട്ട് കൺസെപ്റ്റിൽ ഉണ്ടാക്കി അതിന് മുകളിൽ തട്ടിന് മേളിൽ പിന്നെ അതിന്റെ മേളിൽ കയറി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും നല്ല സ്പേസ് ഉണ്ട്, ആൾക്കാർക്ക് കിടക്കാനൊക്കെ നല്ല സുഖമായിട്ട് കിടക്കാം. ഒരു അത്യാവശ്യം റൂമിന്റെ, അതായത് എന്റെ പൊക്കം, ഞാൻ ആരുടെ പൊക്കാരനാണ്, എന്റെ ഞാൻ കൈ പൊക്കിയാൽ പോലും മുകളിൽ എത്താത്ത അത്ര ഹൈറ്റിൽ ഓടിട്ട ഒരു ചെറിയ കിടക്കാനായിരിക്കും അന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഇതിലെന്തൊക്കെയോ ഇങ്ങനെ പഴയ കുറച്ച് സംഖ്യാക്ഷരങ്ങളാണോ എഴുത്തുകളാണോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, പഴയ ലിപികളൊക്കെ. പഴയ ലിപികളാണ്, പക്ഷെ നമുക്കിപ്പോ പഴയ ലിപി വായിക്കാൻ പറ്റുന്നൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ താഴെ മണിച്ചിരത്താഴ്, പണ്ടത്തെ താഴ് തന്നെയാണ്. ഇതിന്റെ ഇല്ല, പക്ഷെ അതിനുണ്ട്. അത് പോയി കാലപ്പഴക്കം വന്ന് പോയി കാണും. ഇതും പോയി, അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല കട്ടിയുണ്ടല്ലേ ഈ. അതെ, ഇതിന്റെ ഭിത്തിക്ക് 1.5 അടി വണ്ണമുണ്ട്. 1.5 അടി വണ്ണമുണ്ട്. അതായത് വെട്ടുകല്ലിന് പണിതിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഒറ്റക്കല്ലിനാണ് കെട്ടി വെച്ചിരിക്കുന്നത്. തന്നെയല്ല ഇതിന്റെ ബീമൊക്കെ നോക്കി, തടിയുടെ ആണെങ്കിൽ പോലും ഒരു 8 ഇഞ്ചോളം വലിപ്പമുള്ള വലിയ തടികളോടാണ് ബീം വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം 1-ാം നിലയിൽ എത്തിയിരിക്കുകയാണ്. തട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഈ പറയുന്ന മരത്തടി മുഴുവൻ മരത്തടിയാണ്. തട്ട് മുഴുവൻ മരത്തടിയാണ്. ഇതിന്റെ മേളിലും ഉണ്ട്, അതേപോലെ തന്നെ മേളിലും കയറാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തന്നെ മേളിലും കയറാം. ഇവിടുന്ന് കാണാം കേട്ടോ പ്രേക്ഷകരെ നോക്കിയാൽ, ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയ ഗോവണി കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട്. താഴത്തെ പോലെ തന്നെ 2 റൂമാണ് ഇവിടെ. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത ഈ ഒരു വെന്റിലേഷനോട് എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതിന് അങ്ങനെയില്ല. ഇതിപ്പോ നമുക്ക് അപ്പുറം ഇപ്പുറം കാണാം, മറ്റേ അപ്പുറം ഇപ്പുറം കാണാൻ പറ്റില്ല. 2 റൂമായിട്ട് നിൽക്കുന്നു. അതുപോലെ ഇതിന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇരുന്ന് ചാരി ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കാഴ്ചകളെ കാണാനോ ഒക്കെ എന്ത് രസമാണെന്നറിയോ. പ്രേക്ഷകർ ഇവിടെ വരണം കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണണം. ഇത് തൊട്ടടുത്ത് ആ പൊന്നൊഴുകും തോട്, ഇതേ ഇവിടെ നോക്കി ആ കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടമുണ്ട്, അതിനപ്പുറത്ത് കരിമ്പുണ്ട്, അതിനപ്പുറത്ത് വാഴയുണ്ട്, പുല്ലുണ്ട്. അതെ, ഈ തൊട്ട് പറയാൻ നോക്കിയത് ഇവിടെ കൈതച്ചക്കയുണ്ട്, ഇഷ്ടംപോലെ കൈതയുണ്ട്. ഇതെല്ലാം ആ സുർക്കി മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചതെന്നാണ് സജീവേട്ടൻ പറഞ്ഞത്. ഇത് സുർക്കി തന്നെയാണ്, സിമെന്റ് അല്ല. സിമെന്റ് നമ്മൾ താഴെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇത് പഴയ സുർക്കി തന്നെയാണ്. ഇതിനകത്താണ് സജീവേട്ടൻ പറഞ്ഞ പോലെ മാംഗ്ലൂർ ടൈൽ അല്ലേ? അതെ, മാംഗ്ലൂർ മെയ്ഡ് ടൈല് ആണ്. അത് 1885 അത് 1850 മുതലുള്ള വർഷങ്ങളിൽ ഉള്ള ബോർഡുണ്ട് ഇതിന്. ഇത് എനിക്കൊന്ന് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ വലിയ വലിയ വീടുകളുടെ ഒക്കെ പണിയുന്ന പോലുള്ളൊരു അല്ലേ? അതെ, ആ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് നോക്കിയേ, കണ്ടോ, ഇതാണ് പൊന്നൊഴുകും തോട്. കണ്ടോ, സജിയുടെ മുമ്പേ പറഞ്ഞിരുന്നല്ലോ വെട്ടുകല്ല് വെട്ടിയേക്കുന്നത് അല്ലേ? അത് കാണാം. അതാ ഈ 2 സൈഡും നമുക്ക് ആ വെട്ടുകല്ല് ഇപ്പൊ പള്ളകര കിടക്കുന്നവർ കാണത്തില്ലേ ഉണ്ടെങ്കിലും അത് മുഴുവൻ വെട്ടുകല്ലാണ്. ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഈ മൂലയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ 25 ഏക്കർ ഞാൻ കൃഷി ചെയ്ത മുഴുവൻ സ്ഥലം എനിക്ക് ഈ ഒറ്റ ഏപ്പില് ഒറ്റ വീല എങ്ങനെ നോക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ മുഴുവൻ സ്ഥലം കാണാം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. ഈ തട്ടും മുകളിൽ കയറാൻ തട്ടാണ്, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കയറണതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് കോവണി അത്ര കയറിയാല് ഇതാണ് ബലപ്പെടുത്തി വെച്ചേക്കുന്നത് അല്ലേ? അതെ, ഈ കമ്പി ഇട്ടാണ്. ഇപ്പൊ ഈ 1 വർഷം ആയുള്ളൂ മുഴുവൻ കമ്പിക്ക്. ഇതെന്താണ്? ഇതും ഇവിടെ എൻട്രൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങേടുത്ത് ഇങ്ങേടുത്തുണ്ടായിരുന്നു. നമുക്ക് മേലോട്ട് കയറാൻ നിർവാഹമല്ല, ഇവിടുന്നും കയറാനുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് എന്തെങ്കിലും സാധനം കയറ്റാനും ഇറക്കാനൊക്കെ, മുകളിൽ എന്തെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറക്കാനായിട്ട്. അത് സ്വർക്കിയാണ് കംപ്ലീറ്റ്. അതിന്റെ അന്നത്തെ വെട്ടുകല്ല് പണിതിരിക്കുന്നത് മുഴുവൻ സ്വർക്കിക്കാണ്. അല്ല, ഇതിലെല്ലാം ഈ കൊത്തുപണിയിലൊക്കെ ആ ഒരു പഴമ അന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ ഡോറിൽ കണ്ട പോലെയുള്ള എഴുത്തുകള്, അതുപോലെ ആ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലോക്കുകൾ, അതൊക്കെ ഇതിനകത്ത് നമുക്ക് എടുത്തറിയാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ടോമിച്ചാൻ, കള്ളിയിലെ ടോമിച്ചാൻ നല്ല കൃത്യമാളുടെ അടുത്താണ് കേട്ടോ ഈ മേട നെല്ലറയും ഈ വയലും ഈ നാടൊക്കെ പരിപാലിക്കാൻ കൊടുത്ത് നമ്മുടെ സജീവായിട്ട് നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ട്. നെല്ലൊക്കെ നല്ല തഴച്ച് വളരെയാണ്. അതെ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നല്ലൊരു ഫുഡും കൊടുക്കണം. അപ്പം നല്ലൊരു ഫുഡ്, ഈ നാടിന്റെ ഫുഡ് പരിചയപ്പെടുത്താൻ പോവാ. പോരുന്നു എൻ്റെ കൂടെ. എനിക്ക് കുറച്ചുകൂടെ പണി തീരാനുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യമില്ല, എവിടെയും നമുക്ക് പരിപാടിക്ക് കൂടാം. ഓക്കെ, അപ്പം സജീവായിട്ടാ താങ്ക് യു. അപ്പം നമുക്ക് പോവേണ്ടത് ആ രുചി തേടിയാണ്.
വാ പോയേക്കാം. പാലാ പൈകയിലെ വിളക്കുമാടത്തെ മേടനെല്ലറയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. നമ്മുടെ സജീവേട്ടനോട് യാത്രയൊക്കെ ചോദിച്ചത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പാലായും കഴിഞ്ഞ് രാമപുരത്തിന് മുമ്പ് വെള്ളിലപ്പള്ളിയിലാണ് അല്ലേ? വെള്ളിലപ്പള്ളിയിൽ നമ്മുടെ സുമേഷ് ഏട്ടനാണ് കൂടെ. സുമേഷ് ഏട്ടൻ നമസ്കാരം, ഹെറിറ്റേജ് വൈസിലേക്ക് സ്വാഗതം. വെള്ളിലപ്പള്ളി അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള നാടാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്കായിട്ട് സുമേഷ് ഏട്ടൻ ഒരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാൻ പോകണം. എന്ത് ഡിഷാണ് സുമേഷ് ഏട്ടാ? ഇത് നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാര് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഉണക്കമീൻ ചമ്മന്തി എന്ന് പറയുന്നത്. ഉണക്കമീൻ, ഞങ്ങളിപ്പോ നെല്ലറയുടെ വിശേഷം അറിയാം. നെല്ലറ ധാന്യങ്ങൾ അതൊക്കെ ശേഖരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ കറക്റ്റ് സംഭവമാണ്. ഒരു നല്ല ചോറ് ഉണ്ടാക്കി വെച്ചാൽ നല്ല സുഖമായിട്ട് കഴിക്കാം. അതെ, അതാണ്. എന്താണ് സ്രാവ് ചമ്മന്തി? സ്രാവ് ചമ്മന്തി, ഉണക്കമീൻ സ്രാവ്, ഉണക്കമീന്റെ സ്രാവ് കണ്ടപ്പോഴേ സ്രാവാന്ന് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അവിടെ ഇപ്പൊ നമുക്ക് സ്രാവ് ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ് അത്. ഓക്കെ, ബാക്കിയുള്ളത് ഉണക്കമുളക്, തേങ്ങ, ചെറിയുള്ളി, കറിവേപ്പില. അതിൻ്റെ അകത്ത് ഉപ്പ് യൂസ് ചെയ്യുന്നില്ല, നമ്മള് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല. ഉപ്പില്ല വെളിച്ചെണ്ണയില്ല. ഉണക്കമീൻ ഉപ്പുണ്ടല്ലോ? ഉപ്പുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇല്ല, തേങ്ങ ഉള്ളതുകൊണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രോസസ് എന്താ? ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വറുത്ത് ഓൾറെഡി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ആദ്യമേ എടുത്ത് ഒരു മീഡിയം വേവിൽ വറുത്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ വറക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം? ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഉപ്പ് കളഞ്ഞ്, അതായത് മാക്സിമം നമ്മളൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതിന് ശേഷമാണ് നമ്മളത് എടുത്ത് വറക്കുന്നത്. അല്ല, ചുമ്മാ ജസ്റ്റ് ലൈറ്റായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു എന്നുള്ളൂ. നമ്മൾ ഈ പഴയ അമ്മച്ചിമാരൊക്കെ വറക്കുന്ന നമ്മൾ ചട്ടിയിലുള്ള വറവെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ചട്ടിയിലുള്ള വറവെന്നൊക്കെ പറയുന്നത് ലൈറ്റായിട്ട്. എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. പറഞ്ഞു കേട്ട് ഉള്ള അറിവാണ്. അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. നമുക്ക് തുടങ്ങിയാലോ? പിന്നെ ചെയ്യാം. ആദ്യം ഫസ്റ്റ് പ്രോസസ് നമ്മൾ മീൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ, ഉണക്കമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഇത് മൂന്നും കൂടെയും ഒന്ന് വെള്ളം വറ്റാൻ മാത്രം പാകത്തിന് വറുത്തെടുക്കാം. ഇത് മാത്രമേ ഉള്ളൂ. അവിടെ പ്രത്യേകം ഓർത്തോണം, വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ തേങ്ങ യൂസ് ചെയ്യാണ്. ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. തേങ്ങ നമ്മളിട്ട് അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി ഏകദേശം എത്ര? നമ്മളിപ്പോൾ ഒരു 1/4 കിലോ ഉണക്കമീൻ എടുക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി യൂസ് ചെയ്താൽ മതി. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു 6 ചെറിയുള്ളി, ഒരു 5-6 ഉണക്കമുളക്, 5-6 ഉണക്കമുളക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഈ കൂടെ തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി തളിരാണ്, കുഴപ്പമില്ല. തളിരാണേലും മൂത്താണേലും കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്ത് ഇത് വറുത്തെടുക്കുകയാണ് ആദ്യമേ നമ്മൾ ചെയ്യുന്നത്. വറുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും നമ്മൾ വറുത്തരച്ച് എടുക്കുന്ന രീതിയല്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെള്ളം പറ്റുന്ന, അതായത് തേങ്ങയുടെയും നമ്മുടെ ചെറിയുള്ളിയുടെയും വെള്ളം പറ്റുന്ന രീതിയിൽ വറുത്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് പരിപൂർണമായിട്ട് നമ്മൾ വറുത്ത് കറുത്ത കളറിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ഈ പറച്ചിലോട് എനിക്ക് വളരെയധികം മനസ്സിലായി. അദ്ദേഹം എന്നും അടുക്കളയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, അത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഇപ്പൊ നമുക്ക് വറുത്തെടുക്കാം. അതെ. ഇത് നമ്മുടെ ഏകദേശം ഇങ്ങനെ വെള്ളമെല്ലാം വലിഞ്ഞ് നമ്മുടെ ഏകദേശം പരുവത്തിനുള്ളതായി. ചെറിയുള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടിരുന്നെല്ലാം കറക്റ്റായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതും നമ്മുടെ ഉണക്കമീനും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഉണക്കമീൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ വറക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ചൂടാക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇനി മിക്സിക്കകത്തേക്ക് സ്രാവാണ് നമ്മളിനി ജസ്റ്റ് മിക്സിക്കകത്തേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു എന്നുള്ളൂ. പഴയ അമ്മച്ചിമാരാണെങ്കിൽ നമ്മൾ ഇടികല്ലേൽ വെച്ച് ഇടിക്കുകയാണ്. അരകല്ലേൽ ഇടിക്കുക, അല്ലെങ്കിൽ ഇടികല്ലേൽ ഇടിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ന്യൂജനായതിനു ശേഷം നമ്മൾ പതുക്കെ ക്രഷ് ചെയ്യുന്നു. അത്ര ഉള്ളൂ കേട്ടോ. നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കതൊരു ബൗളിലോട്ട് പതുക്കെ നമുക്കൊന്ന് മാറ്റിക്കും. ഞാൻ മാറ്റട്ടെ? മാറ്റിക്കും. പ്രേക്ഷകരോടൊന്ന് കണ്ടോട്ടെ.
അത് ഉണക്കമുളകും അതൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞ് കറിവേപ്പിലയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷായിട്ടുണ്ട്. ദേ നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഇത് നല്ല ചോറും കൂടെ കൂട്ടി കഴിക്കണം അല്ലേ? ചോറും നല്ല തൈരും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. തൈര് കൂടെ വേണം, തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കോമ്പിനേഷൻ. വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അത് കഴിച്ചു നോക്കും അല്ലേ? ഓക്കെ. സാധാരണ എല്ലാവരും ചമ്മന്തി തന്നെ ഒരു മറ്റേ ഒരു മുണ്ടപ്പരുവൊക്കെ ആക്കും അല്ലേ? വെള്ളം അങ്ങനത്തെ അല്ലേ? ഇത് നമ്മൾ തേങ്ങാ ചമ്മന്തി, മറ്റേ മാങ്ങാ ചമ്മന്തി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ്. അപ്പൊ ഞാനിങ്ങനെ ഇച്ചിരി എടുത്തു, ഞാൻ എൻ്റെ കയ്യിലോട്ട് അടിക്കാം. അതായിരിക്കും അതിൻ്റെ ഒരു സുഖം. കഴിച്ചോട്ടെ? അതെ, കഴിച്ചു നോക്കും. നിങ്ങളുടെ എല്ലാ അനുഭവത്തോട് കഴിക്കുകയാണ്. കൈ ശുദ്ധമാണ്. എങ്ങനെയുണ്ട്? പാകത്തിന് ഉപ്പ് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാര്യം ആദ്യം ആ സ്രാവ് നന്നായിട്ട് വാഷ് ചെയ്തു എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് പാകത്തിന് ഉപ്പാണ്. എല്ലാം സമാസമം ചേർന്നിട്ടുണ്ട്. എനിക്കൊന്നും ആ വറുത്തെടുത്തതിൻ്റെ തേങ്ങയുടെ രുചി, അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ സംഭവം കൊള്ളാം. ആ തൈരും ഇച്ചിരി ചോറും കൂടി ഇങ്ങനെ തന്നാൽ ഞാൻ ഇതും കഴിച്ചിട്ട് പോകാമായിരുന്നു. അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സുമേഷ് ഏട്ടൻ്റെ ഈ നാട്ടിലെ, നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും അല്ലേ? അവിടെ പഴയ അമ്മച്ചിമാരെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്, കാരണന്മാർ എവിടെയൊക്കെ ഉണ്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള നമ്മുടെ സ്രാവ് ചമ്മന്തി നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സുമേഷ് ഏട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ മേട നല്ലറയും ഈ നല്ല സ്രാവ് ചമ്മന്തിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു, അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കണ്ടുവിട്ടോ. അതുവരെയ്ക്കും ഒരു ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.